Hello friends, I am Tulasi. Welcome to Fourth Dimension. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ റെസ്റ്റും മോഷനും അതേപോലെ തന്നെ പോയിന്റ് ഒബ്ജക്റ്റ് ദെൻ പൊസിഷൻ ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ മോഷൻ എലോങ് എ സ്ട്രൈറ്റ് ലൈൻ എന്ന് പറയുന്ന ചാപ്റ്റർ പഠിച്ചിട്ടല്ലേ. അതിൻ്റെ കണ്ടിന്യൂഷൻ ആണ് നമ്മൾ വരുന്നത്. അതിലെ നമുക്കിനിയും നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു സ്റ്റഡി പാത്ത് ലെങ്ത് ഓർ ഡിസ്റ്റൻസ്. ഈ പാത്ത് ലെങ്ത് അല്ലെങ്കിൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് നമുക്ക് വളരെ ഫെമിലർ ആയിട്ടുള്ള ഒരു ടേമാണ്. ആൻഡ് ഫോർ സ്റ്റഡിങ് ദ distance or path length, we can take this particular figure. ഇവിടെ you can see an object is moving between A and B. A എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് B എന്ന് പറഞ്ഞ പോയിന്റിലേക്ക് ഒരു ഓബ്ജക്റ്റ് മൂവ് ചെയ്യുന്നു. ആ ഓബ്ജക്റ്റ് ഞാനാണെന്ന് വിചാരിക്കും. A എന്ന് പറഞ്ഞ ഇനിഷ്യൽ പോയിന്റ് ആണ്, that is my home. And B is a final position, that is my office. And before traveling from A to B എന്ന് പറഞ്ഞാൽ എൻ്റെ വീട്ടിൽ നിന്ന് ഓഫീസിലേക്ക് പോകാൻ വേണ്ടി എനിക്ക് 3 പാത്ത് ഉണ്ട്. ദിസ് ഈസ് ഫസ്റ്റ് പാത്ത്, സെക്കൻഡ് പാത്ത്, തേർഡ് പാത്ത് അല്ലേ. അപ്പം ഞാൻ ഇവിടെ ഈ ഫസ്റ്റ് പാത്തിൽ കൂടി പോകുന്ന ഒരു ദിവസം, കാരണം എൻ്റെ ഒരു ഫ്രണ്ട് അവിടെയുണ്ട്, അയാളെ കാണണം. അതുകൊണ്ട് ഞാൻ ഈ ഓഫീസിലേക്ക് പോകുന്ന ഈ പാത്തിൽ കൂടി ഫസ്റ്റ് പാത്തിൽ കൂടിയാണ് പോകുന്നതെങ്കിൽ എൻ്റെ പാത്ത് ലെങ്ത് അപ്പോൾ എത്രയായിരിക്കും? ദാറ്റ് ഈസ് 25 മീറ്റർ. ഇനി അടുത്തൊരു ദിവസം ഞാൻ ഓഫീസിലേക്ക് പോകുന്ന തേർഡ് പാത്തിൽ കൂടിയാണ് പോകുന്നത്. അതിന് കാരണം എനിക്ക് അവിടെ ഒരു ഷോപ്പുണ്ട്, അവിടുന്ന് കുറച്ച് സാധനം വാങ്ങിക്കണം അല്ലേ. അപ്പം ഞാൻ ആ പോകുന്ന ദിവസം തേർഡ് പാത്തിൽ കൂടി പോകുകയാണെങ്കിൽ എൻ്റെ പാത്ത് ലെങ്ത് അപ്പോൾ എത്രയായിരിക്കും? ദാറ്റ് ഈസ് 40 മീറ്റർ. ഞാൻ ഒരു ദിവസം വളരെ ലേറ്റായി വീട്ടിൽ നിന്ന് ഓഫീസിലേക്ക് പെട്ടെന്ന് പോകണം. അപ്പം ഞാൻ എന്ത് ചെയ്യും? സ്ട്രെയിറ്റ് പാത്തിൽ കൂടെ പോകുന്നു. അപ്പോൾ എൻ്റെ പാത്തിൻ്റെ ലെങ്ത് എത്രയായിരിക്കും? 15 മീറ്റർ ആയിരിക്കത്തില്ലേ. അപ്പോൾ അങ്ങനെ ഞാൻ സെലക്ട് ചെയ്യുന്ന പാത്തിൻ്റെ ലെങ്ത് എത്രയാണോ അതാണ് പാത്ത്. സോ പാത്ത് ലെങ്ത് ഈസ് എ ലെങ്ത് ഓഫ് ദ പാത്ത് ട്രാവൽഡ് ബൈ ആൻ ഓബ്ജക്റ്റ് ഇൻ ബിറ്റ്വീൻ ഇനിഷ്യൽ ആൻഡ് ഫൈനൽ പൊസിഷൻ. ഇനി അതിൻ്റെ ഒരു എക്സാമ്പിൾ നമുക്ക് കൺസിഡർ ചെയ്യാം. യു ആർ കൺസിഡറിങ് മോഷൻ എലോങ് എ സ്ട്രെയിറ്റ് ലൈൻ. That means motion along x-axis. X-axis-ലോ y-axis-ലോ z-axis-ലോ ഒക്കെ നമുക്ക് മോഷൻ along a straight line എടുക്കാം. കൺവീനിയൻ്റ് ആയിട്ട് ഞാനിപ്പം x-axis എടുത്തു എന്ന് മാത്രം വിചാരിക്കാം. ആൻഡ് സപ്പോസ് ഐ ആം ട്രാവലിംഗ് ഫ്രം O to P, അല്ലെങ്കിൽ ഒരു ഓബ്ജക്റ്റ് ഓയിൽ നിന്ന് പിയിലേക്ക് പോയാൽ അതിൻ്റെ പാത്ത് ലെങ്ത് ചോദിച്ചാൽ നമ്മൾ എന്ത് പറയും? ഓയ്ക്കും പിക്കും ഇടയ്ക്ക് വരുന്ന ഡിസ്റ്റൻസ് അല്ലേ വരത്തുള്ളൂ. അതുകൊണ്ട് ഡിസ്റ്റൻസ് ഒ പി ഇസിക്കൽ ടു ഹൗ മച്ച്? 50 മീറ്റർ. ഇവിടുത്തെ നോക്കിയാൽ 0 അല്ലേ, ഇവിടുത്തെ 50 മീറ്റർ വരുന്നതുകൊണ്ട് ഡിസ്റ്റൻസ് ഒ പി ഇസിക്കൽ ടു 50 മീറ്റർ. ഇനി അടുത്താണ് നമ്മൾ ചെയ്യുന്നത്, ഓയിൽ നിന്ന് പിയിലേക്ക് ട്രാവൽ ചെയ്യുന്നു. ദെൻ ഫ്രം പി ടു ക്യൂ. ആ ടോട്ടൽ പാത്ത് ലെങ്ത് ആണ് നമുക്ക് വേണ്ടത്. അപ്പോൾ അത് എഴുതിയിരിക്കുന്നത് ഡിസ്റ്റൻസ് ഫ്രം ഒ ടു പി ആൻഡ് ദെൻ ടു ക്യൂ ആണെങ്കിൽ ഓയിൽ നിന്ന് പിയിലേക്ക് പോകാൻ 50 മീറ്റർ ഉണ്ട്. പിയിൽ നിന്ന് ക്യൂവിലേക്ക് വരാൻ വേണ്ടി 50 മൈനസ് 30, അപ്പോൾ 20 വരും. അപ്പോൾ ടോട്ടൽ ഡിസ്റ്റൻസ് ആയിരിക്കും 70 മീറ്റർ ആയിരിക്കത്തില്ലേ. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? ഒരു പിന്നെ പാത്ത് ലെങ്ത് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ സം ഓഫ് ഓൾ ദ ഡിസ്റ്റൻസസ് ദാറ്റ് ദ ഓബ്ജക്റ്റ് കവേർഡ് ഡ്യൂറിങ് ഹിസ് ജേർണി. അതിൻ്റെ യാത്രയിൽ ഏതൊക്കെ ദൂരങ്ങൾ കവർ ചെയ്യുന്നുണ്ടോ അതിൻ്റെ എല്ലാം കൂടെ സം ആയിരിക്കും. ദാറ്റ് ഈസ് കോൾഡ് ദ പാത്ത് ലെങ്ത്. ഓക്കെ, നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പാത്ത് ലെങ്ത്. ഫസ്റ്റ് ക്യാരക്ടർ ഇതാണ്. ഫസ്റ്റ് ക്യാരക്ടർ പറയുന്നത് പാത്ത് ലെങ്ത് ഈസ് ഓൾവേസ് പോസിറ്റീവ്. പാത്ത് ലെങ്ത് എപ്പോഴും പോസിറ്റീവ് ആണ്. ഇപ്പോൾ നമ്മൾ മുന്നോട്ട് മെഷർ ചെയ്താലും പുറകോട്ട് മെഷർ ചെയ്താലും പാത്ത് ലെങ്ത് എപ്പോഴും എങ്ങനെ എടുക്കുകയുള്ളൂ? പോസിറ്റീവായിട്ട് മാത്രമേ നമ്മൾ എടുക്കാറുള്ളൂ. അതിൻ്റെ സെക്കൻഡ് ക്യാരക്ടർ എന്ന് പറയുന്നത് പാത്ത് ലെങ്ത് ഈസ് എ സ്കെയിലർ ക്വാണ്ടിറ്റി. കഴിഞ്ഞ ക്ലാസ് നമ്മൾ സ്കെയിലർ ക്വാണ്ടിറ്റി പറഞ്ഞല്ലോ. മാഗ്നിറ്റ്യൂഡ് മാത്രം, ഡയറക്ഷൻ ഇല്ലാത്ത ക്വാണ്ടിറ്റികളാണ്. ദേ ആർ കോൾഡ് സ്കെയിലർ ക്വാണ്ടിറ്റി. സോ പാത്ത് ലെങ്ത് ഈസ് എ സ്കെയിലർ ക്വാണ്ടിറ്റി. തേർഡ് ക്യാരക്ടർ നമ്മൾ പോകുന്നത് പാത്ത് ലെങ്ത് ക്യാൻ ബി മെഷേർഡ് ഇൻ സെൻറ്റിമീറ്റർ. ചെറിയ ദൂരങ്ങളാണ് സെൻറ്റിമീറ്റർ മെഷർ ചെയ്യാം. പിന്നെ അല്ലെങ്കിൽ കുറച്ചുകൂടെ വലുതാണ് മീറ്റർ ആകാം. കുറച്ചുകൂടെ ഡിസ്റ്റൻസ് ആണെങ്കിൽ കിലോമീറ്റർ എക്സെട്ര. ഇങ്ങനെ വലിയ ദൂരത്തിന് വേണ്ടി ലൈറ്റ് ഇയർ ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് യൂണിറ്റുകളുണ്ട്. അപ്പോൾ അങ്ങനെ ഡിസ്റ്റൻസിനെ മെഷർ ചെയ്യുന്ന ഇതിലായിരിക്കും ഈ പറഞ്ഞ യൂണിറ്റുകളിലൊക്കെയാണ് നമ്മൾ മെഷർ ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു ഡിസ്പ്ലേസ്മെൻറ്റ്. ഒരു മോഷൻ നടക്കുന്ന സമയത്ത് നമ്മൾ പലപ്പോഴും ഉപയോഗിക്കുന്ന ഒരു ടേമാണ് ഡിസ്പ്ലേസ്മെൻറ്റ്.
ഇപ്പം ഇവിടെ നമ്മൾ ഈ ഫിഗറിനകത്ത് കാണുന്നേ എ എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് ബി എന്ന് പറയുന്ന പോയിന്റിലേക്ക് ഒരു ഓബ്ജക്റ്റ് മൂവ് ചെയ്യാണ്. സോ എ എന്തായിരിക്കും? ദാറ്റ് ഈസ് ഇനീഷ്യൽ പൊസിഷൻ ഓഫ് ദ ഓബ്ജക്റ്റ് ആൻഡ് ബി ഈസ് എ ഫൈനൽ പൊസിഷൻ. ഈ ഓബ്ജക്റ്റിന് 3 പാത്തിൽ കൂടി ട്രാവൽ ചെയ്യാം. അതായത് എയിൽ നിന്ന് ബിയിലേക്ക് പോകാൻ വേണ്ടി ഫസ്റ്റ് പാത്ത് സെലക്ട് ചെയ്യാം. ഇറ്റ് ക്യാൻ ട്രാവൽ അലോങ് ദ സെക്കൻഡ് പാത്ത് ആൻഡ് ഓൾസോ ഇറ്റ് ക്യാൻ ട്രാവൽ അലോങ് ദ തേർഡ് പാത്ത്. ഇവിടെ സപ്പോസ് ദ ഓബ്ജക്റ്റ് ഈസ് മൂവിങ് അലോങ് ദ ഫസ്റ്റ് പാത്ത് ഓഫ് ലെങ്ത് 25 മീറ്റർ. അപ്പം ഞാൻ ചോദിച്ചു വാട്ട് ഈസ് ദ ഡിസ്പ്ലേസ്മെന്റ്? അപ്പം നിങ്ങൾ ഡിസ്പ്ലേസ്മെന്റ് എടുക്കുന്നത് 25 മീറ്റർ അല്ല, എയ്ക്കും ബിക്കും ഇടയ്ക്കുള്ള ഈ ഡിസ്റ്റൻസ് കണ്ട 15 മീറ്റർ, അതാണ് നമ്മൾ സ്ട്രെയിറ്റ് ഡിസ്റ്റൻസ് ആണ്. എയ്ക്കും ബിക്കും ഇടയ്ക്കുള്ള സ്ട്രെയിറ്റ് ഡിസ്റ്റൻസ് എടുക്കാം, ദാറ്റ് ഈസ് ദ ഡിസ്പ്ലേസ്മെന്റ്. ഇനി ബോഡി തേർഡ് പാത്ത് സെലക്ട് ചെയ്യുകയാണെങ്കിൽ ആ സമയത്ത് ഡിസ്പ്ലേസ്മെന്റ് ചോദിച്ചാലും ഇറ്റ് ഹാസ് വാല്യൂ 15 മീറ്റർ ആയിരിക്കും. ഇനിയും ഈ സെക്കൻഡ് പാത്ത് ഉണ്ടല്ലോ, ഇവിടെ നമ്മൾ കൊടുത്തേക്കുന്ന സെക്കൻഡ് പാത്ത് കണ്ടില്ലേ, ആൻഡ് വെൻ ദ ബോഡി ഈസ് ട്രാവലിംഗ് ബിറ്റ്വീൻ എ ആൻഡ് ബി അലോങ് ദ സെക്കൻഡ് പാത്ത്, ദെൻ ദ ഡിസ്പ്ലേസ്മെന്റ് ഈസ് അഗെയിൻ 50 മീറ്റർ. അപ്പം നമ്മൾ ഫസ്റ്റ് പാത്ത് ഫോളോ ചെയ്താലും സെക്കൻഡ് പാത്ത് ഫോളോ ചെയ്താലും തേർഡ് പാത്ത് ഫോളോ ചെയ്താലും ഡിസ്പ്ലേസ്മെന്റ് 15 മീറ്റർ അല്ലേ വരുന്നുള്ളൂ. അപ്പോൾ ഒരു വാല്യൂ മാത്രമല്ലേ അവിടെ വരുന്നുള്ളൂ, അല്ലേ? ഹെൻസ് വാട്ട് ഈസ് ഡിസ്പ്ലേസ്മെന്റ്? ഡിസ്പ്ലേസ്മെന്റ് ഈസ് എ straight distance traveled by an object in between the initial and final position. And moreover, the displacement has a direction and it is directed from initial to final position. അപ്പോൾ ഈ ഡിസ്പ്ലേസ്മെന്റ് ഒരു ഡയറക്ഷനോടുണ്ട്. ആ ഡിസ്പ്ലേസ്മെന്റ് ഡയറക്ഷൻ എപ്പോഴും എയിൽ നിന്ന് ബിയിലേക്ക്. ഇവിടുത്തെ ഡിസ്പ്ലേസ്മെന്റ് എപ്പം അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് 15 മീറ്റർ ആയിരിക്കും, എന്നാൽ ഡയറക്ഷൻ ഫ്രം എ ടു ബി. ഇനി ഈ ഡിസ്പ്ലേസ്മെന്റിനെ നമ്മൾ കണ്ടുപിടിക്കാൻ വേണ്ടി വി ക്യാൻ ടേക്ക് എ ബോഡി ട്രാവലിംഗ് എലോങ് സ്ട്രെയിറ്റ് ലൈൻ, ആൻഡ് ഫോർ ദാറ്റ് യു ക്യാൻ കൺസിഡർ മോഷൻ എലോങ് ദ എക്സ് ഡയറക്ഷൻ. എക്സ് ഡയറക്ഷനെ കൊണ്ട് ഒരു ബോഡി മൂവ് ചെയ്താൽ അതൊരു മോഷൻ എലോങ് എ സ്ട്രെയിറ്റ് ലൈൻ ആണ്. ഇവിടെ ഒ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദറ്റ് ഈസ് ഒറിജിൻ. അപ്പോൾ മോഷനെ പഠിക്കാൻ നമുക്ക് റെഫറൻസ് പോയിന്റ് വേണ്ടേ, അതാണ് ഒ, ദറ്റ് ഈസ് ഒറിജിൻ. ഇനി നമുക്ക് ആവശ്യം എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെന്റ് ബിറ്റ്വീൻ പി ആൻഡ് ക്യൂ ആണ് നമുക്ക് വേണ്ടത്. അപ്പോൾ പിയുടെ പൊസിഷൻ കോർഡിനേറ്റ് x1 ആയിരിക്കും. അത് ഏത് ഡിസ്റ്റൻസ് ആയിരിക്കും? ഒയിന്ന് x1ലേക്കുള്ള ഡിസ്റ്റൻസ് ആയിരിക്കും. അതുപോലെ തന്നെ ക്യൂവിൻ്റെ പൊസിഷൻ കോർഡിനേറ്റ് x2, ദാറ്റ് ഈസ് ഡിസ്റ്റൻസ് ഫ്രം ഒ ടു ക്യൂ. ആൻഡ് ദ ടൈം ക്യാൻ ബി ടേക്കൺ ആസ് T1 ആൻഡ് T2 കറസ്പോണ്ടിങ് ടു പി ആൻഡ് ക്യൂ. അത്രയും നമ്മൾ കൺസിഡർ ചെയ്തു. അപ്പോൾ നമുക്ക് ഇനി വേണ്ട എന്താ? ഡിസ്പ്ലേസ്മെന്റ് പി ക്യൂ വേണം, അല്ലേ? ഡിസ്പ്ലേസ്മെന്റ് പി ക്യൂ, അതിനെ നമുക്ക് ഡെൽറ്റ എക്സ് എന്ന് എടുക്കാം. ഡിസ്പ്ലേസ്മെന്റ് പി ക്യൂ ഡെൽറ്റ എക്സ്. നമ്മൾ ഇങ്ങനെ എഴുതുന്നേ, ഇങ്ങനെ കാണിക്കുന്ന ഈ സിമ്പിൾ ട്രയാങ്കിൾ പോലിരിക്കുന്ന സിമ്പിൾ കണ്ടില്ലേ, ദിസ് ഈസ് കോൾഡ് ഡെൽറ്റ. ഇത് ഗ്രീക്ക് ലെറ്റർ ആണ്, ഡെൽറ്റ നമ്മൾ ഉപയോഗിക്കും. ഓക്കെ, ദെൻ ഡിസ്പ്ലേസ്മെന്റ് പി ക്യൂ ഡെൽറ്റ എക്സ് ഈസ് ഈക്വൽ ടു ഏതാണ് ഇതിന്റെ ഫൈനൽ പൊസിഷൻ വരുന്നത്? എന്തായിരിക്കും ഫൈനൽ പൊസിഷൻ? കോർഡിനേറ്റ് വേണ്ടത്, അത് x2 മൈനസ് ഇനീഷ്യൽ പൊസിഷൻ കോർഡിനേറ്റ് എന്ത് വരും? x1. അപ്പോൾ എപ്പോൾ ഡിസ്പ്ലേസ്മെന്റ് നമ്മൾ എക്സ് ആക്സിഡ് വൈ ആക്സിഡ് ഇസഡ് ആക്സിഡ് കണ്ടു പോകുന്നെങ്കിൽ, അങ്ങനെയാണ് നമ്മൾ എടുക്കുന്നെങ്കിൽ കോർഡിനേറ്റ്സ് ലിസ്റ്റ് നമുക്ക് പറയാൻ കഴിയും. എനിവേ ഡിസ്പ്ലേസ്മെന്റ് പി ക്യൂ ഈസ് ഈക്വൽ ടു ഡെൽറ്റ എക്സ് ഈസ് ഈക്വൽ ടു x2 മൈനസ് x1. ഇനി ബോഡി 1 ഡയമെൻഷണൽ മോഷൻ നടത്തുന്ന വൈ ആക്സിസിലാണെങ്കിൽ അവിടുത്തെ കോർഡിനേറ്റ് y1 y2 എന്ന് എടുക്കേണ്ടി വരും. അപ്പോൾ ഡിസ്പ്ലേസ്മെന്റ് നമ്മൾ എടുക്കുന്നത് y2 മൈനസ് y1 എന്ന് എടുക്കാം. ഇനി ഇസഡ് ആക്സിസിലാണ് മോഷൻ നടക്കുന്നെങ്കിൽ അവിടുത്തെ കോർഡിനേറ്റ് ഇസഡ് എന്നല്ലേ എടുക്കുകയുള്ളൂ, അല്ലേ? അപ്പോൾ അതുകൊണ്ട് നമുക്കത് z2 മൈനസ് z1. ഇവിടെ എക്സൈസ് ആയതുകൊണ്ടാണ് നമ്മൾ ഡെൽറ്റ എക്സ് ഈസ് ഈക്വൽ ടു x2 മൈനസ് x1. ആൻഡ് സപ്പോസ് ഫസ്റ്റ് കേസിൽ നമ്മൾ വിചാരിക്കുന്നത്, ഫസ്റ്റ് കേസിൽ നമ്മൾ അസ്യൂം ചെയ്യുന്നത് ലെറ്റ് x2 ഈസ് ഗ്രേറ്റർ ദാൻ x1. അതായത് ഫൈനൽ പൊസിഷൻ്റെ വാല്യൂ കൂടുതലും ഇനിഷ്യൽ പൊസിഷൻ്റെ വാല്യൂ കുറവാണെന്ന് വിചാരിക്കാം. ഈ സമയത്ത് വാട്ട് അബൌട്ട് ദ വാല്യൂ ഓഫ് ഡെൽറ്റ എക്സ്? ഡെൽറ്റ എക്സ് ഈസ് ഈക്വൽ ടു എടുക്കുമ്പോൾ ഇതിൻ്റെ x2 മൈനസ് x1 അല്ലേ? ഇതിൽ ഏതാ ലാർജ് വാല്യൂ? x2 അല്ലേ? സ്മോൾ വാല്യൂ x1 അല്ലേ? സോ x2 മൈനസ് x1 ഈസ് പോസിറ്റീവ്. In the second case, we can imagine x1 greater than x2. Then what about delta x? x1 greater ആണ്, x2 smaller ആണ്. അപ്പോൾ നമുക്ക് x2 മൈനസ് x1 ഡിസ്പ്ലേസ്മെന്റ് എടുക്കുന്ന സമയത്ത് ഇത് ഗ്രേറ്റർ വാല്യൂ, ഇത് സ്മോളർ വാല്യൂ അല്ലേ? സോ ഓട്ടോമാറ്റിക്കലി ദിസ് ഡിഫറൻസ് ബിക്കംസ് നെഗറ്റീവ്. സോ ദ ഡിസ്പ്ലേസ്മെന്റ് ബിക്കംസ് നെഗറ്റീവ്. And in a third case, we can imagine x1 is equal to x2. Initial and final position coincide. At the time, these two have the same value, then displacement delta x is equal to 0. ഇനി എന്താ മനസ്സിലാക്കിയേ? ഡിസ്പ്ലേസ്മെന്റ് മേ ബി പോസിറ്റീവ്, displacement may be negative, or displacement may be 0.
നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഡിസ്പ്ലേസ്മെന്റ്. ദ ഫസ്റ്റ് ക്യാരക്ടർ എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെന്റ് പോസിറ്റീവ് ആകാം, നെഗറ്റീവ് ആകാം, അതേപോലെ തന്നെ ഇറ്റ് മേ ബി സീറോ. അത് നമ്മൾ നേരത്തെ പഠിച്ചാണല്ലോ. അതാ ഫസ്റ്റ് ക്യാരക്ടർ. ഡിസ്പ്ലേസ്മെന്റ് മേ ബി പോസിറ്റീവ്, നെഗറ്റീവ് ഓർ സീറോ. ഇനി ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞ ടൈം വെക്ടർ ആണോ സ്കെയിലർ ആണോ? നേരത്തെ പറഞ്ഞല്ലോ അതിന് മാഗ്നിറ്റ്യൂഡും ഉണ്ട്. ഇനിഷ്യലി നിന്ന് ഫൈനലിലേക്ക് ഡയറക്ഷൻ വരും എന്ന് നമ്മൾ പറഞ്ഞില്ലേ. അപ്പം മാഗ്നിറ്റ്യൂഡ് ഡയറക്ഷൻ വരുന്നതുകൊണ്ട് ഡിസ്പ്ലേസ്മെന്റ് എന്താ? ദാറ്റ് ഈസ് എ വെക്ടർ ക്വാണ്ടിറ്റി. അതാണ് സെക്കൻഡ് ക്യാരക്ടർ. ഡിസ്പ്ലേസ്മെന്റ് ഈസ് എ വെക്ടർ ക്വാണ്ടിറ്റി. ഇനിയും തേർഡ് ക്യാരക്ടർ എന്ന് പറയുന്നത് നമ്മൾ ഇനിഷ്യൽ പോയിന്റും ഫൈനൽ പോയിന്റും ഇടയ്ക്കായിട്ട് പല പാത്ത് സെലക്ട് ചെയ്താലും അതിൻ്റെ ഡിസ്പ്ലേസ്മെന്റ് എപ്പോഴും ഒരു വാല്യൂ മാത്രമേ വരികയുള്ളൂ. ഈ ഫിഗർ നിങ്ങൾ നേരത്തെ ഫെമിലർ ആണ്. ഫസ്റ്റോ സെക്കൻഡോ തേർഡോ ഏത് പാത്ത് ഫോളോ ചെയ്താലും ഡിസ്പ്ലേസ്മെന്റ് ഒരേ ഒരു വാല്യൂ മാത്രമേ ഉള്ളൂ. ദാറ്റ് ഈസ് ദ സ്ട്രെയിറ്റ് ഡിസ്റ്റൻസ് AB. ഈ ഫിഗർ അനുസരിച്ച് അത് 15 മീറ്റർ ആണ്. അതിനെങ്ങനെ പറഞ്ഞേ? ഡിസ്പ്ലേസ്മെന്റ് ആസ് ഓൾവേസ് എ യൂണിക് വാല്യൂ എന്ന് പറയും. അതിവിടെ എഴുതി, ഇവിടെ നമ്മൾ നോട്ട് ചെയ്തിട്ടുണ്ട്. ഡിസ്പ്ലേസ്മെന്റ് ഹാസ് എ യൂണിക് വാല്യൂ. അതതിൻ്റെ മീനിങ്. ഇനി അടുത്തായിട്ട് നമ്മൾ കാണുന്ന ഡിസ്പ്ലേസ്മെന്റ് നമ്മൾ ഈ ഇനിഷ്യൽ പോയിന്റ് ഫൈനൽ പോയിന്റ് ഇടയ്ക്കുള്ള ഡിസ്പ്ലേസ്മെന്റ് നമുക്ക് തരികയാണെങ്കിൽ അതിന്റെ മീനിങ് എന്താ? ഇറ്റ് ഈസ് എ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഇനിഷ്യൽ ആൻഡ് ഫൈനൽ പൊസിഷൻ. ഇതിനിടയ്ക്കുള്ള ഏറ്റവും എളുപ്പമുള്ള ദൂരമാണ് ദാറ്റ് ഈസ് ഡിസ്പ്ലേസ്മെന്റ്. ഇനി ഡിസ്പ്ലേസ്മെന്റ് നമ്മൾ ഏതൊക്കെ യൂണിറ്റിൽ മെഷർ ചെയ്യും? സെന്റിമീറ്റർ മെഷർ ചെയ്യാം ചെറിയ ദൂരങ്ങളാണെങ്കിൽ. അതേപോലെ തന്നെ ഇറ്റ് ക്യാൻ മെഷർഡ് ഇൻ മീറ്റർ, കുറച്ചുകൂടെ ലാർജ് ഡിസ്റ്റൻസ് ആണെങ്കിൽ. ദെൻ കിലോമീറ്റർ, ഇങ്ങനെ കുറേ ലൈറ്റ് ഇയർ, ഇങ്ങനെയുള്ള കുറേ ഡിസ്റ്റൻസ് ഉപയോഗിച്ച് നമുക്ക് ഇതിനെ മെഷർ ചെയ്യാൻ പറ്റും. അത് തന്നെയാണ് നമ്മൾ ഡിസ്റ്റൻസിന് ഉപയോഗിച്ച്. അപ്പോൾ ഡിസ്റ്റൻസിന് ഉപയോഗിക്കുന്ന യൂണിറ്റുകൾ തന്നെ വി ക്യാൻ ദാറ്റ് യൂസ്ഡ് ഫോർ ഡിസ്പ്ലേസ്മെന്റ്. ഇനി നമ്മൾ ഡിസ്റ്റൻസ് ഡിസ്പ്ലേസ്മെന്റ് എങ്ങനെ ചില പ്രോബ്ലങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്നു. അത് നമ്മുടെ ഹെഡിങ് കണ്ടില്ലേ, കാൽക്കുലേഷൻ ഓഫ് ഡിസ്റ്റൻസ് ആൻഡ് ഡിസ്പ്ലേസ്മെന്റ്. ഫസ്റ്റ് പ്രോബ്ലം ഇതാണ്. വെൻ എ ബോഡി ട്രാവൽ എലോങ് എ സർക്കുലർ പാത്ത് ഓഫ് റേഡിയസ് സ്മോളർ, കാൽക്കുലേറ്റ് ദ ഡിസ്റ്റൻസ് ആൻഡ് ഡിസ്പ്ലേസ്മെന്റ് ഡ്യൂറിങ് 1 റെവല്യൂഷൻ. അപ്പോൾ പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്ന ഒരു സർക്കിളെ കൂടാണ്. ഇറ്റ് ഹാസ് എ റേഡിയസ് സ്മോളർ. ഇവിടെ നമ്മൾ കണ്ടുപിടിക്കേണ്ട ഡിസ്റ്റൻസ് ആൻഡ് ഡിസ്പ്ലേസ്മെന്റ് ഡ്യൂറിങ് 1 റെവല്യൂഷൻ. ഒരു റെവല്യൂഷൻ എന്ന് പറഞ്ഞാൽ സപ്പോസ് പാർട്ടിക്കിൾ ഈസ് ട്രാവലിംഗ് സ്റ്റാർട്ടിങ് ഇറ്റ്സ് മോഷൻ ഫ്രം P. അപ്പോൾ ഒരു റെവല്യൂഷൻ എന്ന് പറയുമ്പോൾ ഈ സർക്കിളിലേക്കൂടെ മൂവ് ചെയ്തിട്ട് റിട്ടേൺ ചെയ്ത് Pയിലെത്തണം. അപ്പോൾ 1 റെവല്യൂഷൻ ആയിരിക്കും അല്ലേ. അപ്പോൾ ഈ 1 റെവല്യൂഷനകം സഞ്ചരിക്കുന്ന ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഈ സർക്കിളിൻ്റെ ലെങ്ത് ആയിരിക്കും. അപ്പോൾ നമുക്ക് ഡിസ്റ്റൻസ് ഇപ്പോൾ എന്തായിട്ട് എഴുതാമെന്ന് നോക്കിയാൽ ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു ലെങ്ത് ഓഫ് ദി സർക്കിൾ that is equal to 2πr. R അല്ലേ റേഡിയസ്, അപ്പോൾ 2πr ഡിസ്റ്റൻസ് അല്ലേ. ഇനി ഡിസ്പ്ലേസ്മെന്റ് വേണം നമുക്ക്. ഡിസ്പ്ലേസ്മെന്റ് ഡെൽറ്റ എക്സ് ഈസ് ഈക്വൽ ടു x2 മൈനസ് x1 എന്നല്ല എഴുതുന്നു. ഇനിഷ്യൽ പൊസിഷൻ P ആണ്, ഫൈനൽ പൊസിഷനും അത് തന്നെയാണ്. അപ്പോൾ രണ്ടും ഒന്നാണെങ്കിൽ ഇതിൻ്റെ വാല്യൂ എത്രയാണ്? ദാറ്റ് ഈസ് ഈക്വൽ ടു 0. അതായത് ഇനിഷ്യൽ പൊസിഷൻ എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ട് ചെയ്യുന്ന പോയിന്റ് അത് ഒറിജിൻ ആയിരിക്കും. അപ്പോൾ x1 0, തിരിച്ചു വരുമ്പോൾ x2 എത്ര ആയിരിക്കും? 0. അതുകൊണ്ട് x2 മൈനസ് x1 എടുത്താൽ എത്ര കിട്ടും? 0 കിട്ടില്ലേ. സോ ഡിസ്റ്റൻസ് ഈസ് 2πr ആൻഡ് ഡിസ്പ്ലേസ്മെന്റ് ഈസ് 0. സെക്കൻഡ് പ്രോബ്ലം ഒന്ന് നോക്കി. എ ബോഡി ത്രോൺ അപ്വേർഡ്സ് ത്രൂ എ ഹൈറ്റ് h. മുകളിലോട്ട് നമ്മളൊരു ബോഡി എറിയുന്നു, അത് മാക്സിമം h എന്ന് പറഞ്ഞ ഹൈറ്റിലേക്ക് പോകും. സോ ദാറ്റ് ആഫ്റ്റർ സം ടൈം ഇറ്റ് ഫോൾസ് ഡൗൺ. അങ്ങനെ ബോഡി പോയ ബസ് തിരിച്ച് താഴെ തന്നെ വന്ന് വീഴുകയാണ്. ഗ്രൗണ്ട് ആണെങ്കിൽ ഗ്രൗണ്ടിൽ വന്ന് വീഴും. കാൽക്കുലേറ്റ് ദ ഡിസ്റ്റൻസ് ആൻഡ് ഡിസ്പ്ലേസ്മെന്റ്. അപ്പോൾ നമ്മളിവിടെ ഇത് ഗ്രൗണ്ട് ആണെന്ന് വിചാരിക്കും. ഈ ബോഡിയെ ത്രോ ചെയ്യുമ്പോൾ മാക്സിമം പോകുന്ന ഹൈറ്റ് എത്രയാണ്? h. ദെൻ റിട്ടേൺസ് അല്ലേ, താഴേക്ക് വരുമ്പോഴും ഇതേ ഡിസ്റ്റൻസ് തന്നെ ട്രാവൽ ചെയ്യും. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് വേണ്ടേ? ആദ്യം ഡിസ്റ്റൻസ്. ഡിസ്റ്റൻസ് മീൻസ് ഈസ് ഈക്വൽ ടു പാത്ത് ലെങ്ത്. ആദ്യം ഇതിൻ്റെ പാത്ത് താഴെ നിന്ന് മുകളിലേക്കാണ്, അപ്പോൾ h വരും. പിന്നെ മുകളിൽ നിന്ന് താഴേക്ക് വരും, അപ്പോൾ എത്ര വരും? h. സോ ദ ഡിസ്റ്റൻസ് ഈസ് 2h. ദെൻ ഡിസ്പ്ലേസ്മെന്റ്. ഇനിഷ്യൽ പോയിന്റ് ഏതാ? ഗ്രൗണ്ട് ആണ്. തിരിച്ച് റിട്ടേൺ ചെയ്യുന്ന ഇവിടെ തന്നെയാണ് ഗ്രൗണ്ട്. അപ്പോൾ ഇനിഷ്യൽ ആൻഡ് ഫൈനൽ പൊസിഷൻ സെയിം അല്ലേ. സോ ദ ഡിസ്പ്ലേസ്മെന്റ് ഡെൽറ്റ എക്സ് ഈസ് ഈക്വൽ ടു 0. നെക്സ്റ്റ് പ്രോബ്ലം, തേർഡ് പ്രോബ്ലം ആണ്. വെൻ എ ബോഡി ട്രാവൽ എലോങ് എ സെമി സർക്കുലർ പാത്ത് ഓഫ് റേഡിയസ് ക്യാപിറ്റൽ ആർ, കാൽക്കുലേറ്റ് ദ ഡിസ്റ്റൻസ് ആൻഡ് ഡിസ്പ്ലേസ്മെന്റ്. അപ്പോൾ നമ്മുടെ പാത്ത് സെമി സർക്കുലർ ആണ്.
ഇത്രയും വരും. റേഡിയസ് അവർ മെൻഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ സർക്കിളിൻ്റെ സെൻറ്ററിൽ നിന്ന് റേഡിയസ് നമുക്ക് റൈറ്റിലോട്ടും എടുക്കാം, റേഡിയസ് നമുക്ക് ലെഫ്റ്റിലേക്കും എടുക്കാം അല്ലേ. സപ്പോസ് ഇസ് ട്രാവലിംഗ് ഫ്രം പി along the semicircle point reaches Q എത്തുക എന്ന് വെച്ചു. Then how can you calculate the distance? Distance is equal to path length. ഏത് പാത്തിലൂടെ പാർട്ടിക്കിൾ പോയ സെമി സർക്കിളെ കൂടെ അല്ലേ. ഒരു സെമി സർക്കിളിൻ്റെ ലെങ്ത് എപ്പോഴും എത്ര എടുക്കാം? ദാറ്റ് ഈസ് ഈക്വൽ ടു പൈ ഇൻറ്റു റേഡിയസ്. പൈ ആർ നമുക്ക് എടുക്കാം. ഒരു ഫുൾ സർക്കിൾ ആണെങ്കിൽ 2πr അല്ലേ, അപ്പോൾ അതിൻ്റെ പകുതി വരുള്ളൂ. ദാറ്റ് ഈസ് പൈ ആർ. ദെൻ ഡിസ്പ്ലേസ്മെൻറ്റ് equal to, that is displacement delta x is equal to x2 minus x1 equal to p നാട് മോഷൻ സ്റ്റാർട്ട് ചെയ്യുന്നെങ്കിൽ ഫൈനൽ പൊസിഷൻ Q അല്ലേ. ഒരു സ്ട്രെയിറ്റ് ലൈനില്ല, പി അപ്പം ഒറിജിൻ ആയിരിക്കും. Q എത്തുന്ന സമയത്ത് ഡിസ്റ്റൻസ് ആറും വരും, പിന്നെ ആറും വരും. അതുകൊണ്ട് x2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് ഇവിടേക്കുള്ള ദൂരം 2r ആയിരിക്കും. മൈനസ് പി നല്ല മോഷൻ തുടങ്ങുന്നേ, അവിടുത്തെ കോർഡിനേറ്റ് 0 ആയിരിക്കും. സോ ദ ഡിസ്പ്ലേസ്മെന്റ് ഈസ് 2r. ഇങ്ങനെ ചില ചെറിയ ചെറിയ പ്രോബ്ലംസ് ഒക്കെ നമുക്ക് എക്സാമിനേഷൻ ചോദിക്കും. ഡിസ്റ്റൻസ് ഡിസ്പ്ലേസ്മെൻറ്റിനെ കണക്ട് ചെയ്ത് നിങ്ങൾ ഇങ്ങനെയുള്ള പ്രോബ്ലംസ് ഒക്കെ ശ്രദ്ധിക്കണം. ഓക്കെ, നമ്മുടെ ക്ലാസ് ഇവിടെ സ്റ്റോപ്പ് ചെയ്യാണ്. എൻ്റെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.